ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. വോട്ടെടുപ്പില്ലാതെയാണ് 3 സ്ഥിരം സമിതികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയത്. ചൊവ്വാഴ്ച രാവിലെ 10:30 പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ധനകാര്യത്തിനു പുറമെ വികസനം, ക്ഷേമം, ആരോഗ്യ, വിദ്യാഭ്യാസം എന്നീ സ്ഥിരം സമിതികളിലേക്കാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ധനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റായ ജിഷ സുനിൽകുമാറിനെ കൂടാതെ ഭവ്യ നിഖിൽ, PM ഉമ്മർ, അനുഷ ഷാഫർ, ജെസി ജോസഫ് എന്നിവരാണ് ധനകാര്യ സ്ഥിരം സമിതിയിൽ അംഗങ്ങൾ. വികസനകാര്യ സ്ഥിരം സമിതിയിൽ LDF-ൽ നിന്നും ഷീബ ശിവരാമൻ, KA രമേശ്, ശൈല പുഷ്പാകരൻ എന്നിവരും UDF-ൽ നിന്ന് TO സെബി, ഷെയ്സ്ന ജംഷീർ എന്നിവരും അംഗങ്ങളാണ്. ക്ഷേമകാര്യ സമിതിയിൽ ജൂലറ്റ് വിനു, ഹക്കിം PS, സഹല എന്നിവർ LDF-ൽ നിന്നും, KL പോൾസൺ, റസിയ അലി എന്നിവർ UDF-ൽ നിന്നും ഉൾപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിൽ LDF അംഗങ്ങളായ സച്ചിൻ പ്രകാശ്, മിനി രാജേഷ്, CM ലിജു എന്നിവർക്കൊപ്പം UDF-ലെ അനീഷ് ആന്റണിയും അംഗമാണ്. തെരഞ്ഞെടുപ്പിൽ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ മനോജ് വരണാധികാരിയായി. 20-അംഗ ഭരണസമിതിയിൽ LDF-ന് 13 അംഗങ്ങളും UDF-ന് 7 അംഗങ്ങളുമാണുള്ളത്. സ്ഥിരം സമിതികളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ മുഴുവൻ സ്ഥിരം സമിതികളുടെയും അധ്യക്ഷസ്ഥാനം LDF ഉറപ്പിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി CPIM-ലെ ശൈല പുഷ്പാകരനും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി കേരള കോൺഗ്രസ് M-ലെ ജൂലറ്റ് വിനുവും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാനായി സച്ചിൻ പ്രകാശും തെരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സ്ഥിരം സമിതികളുടെ അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്.